ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ടൈം ആൻഡ് വർക്കിൻ്റെ ലാസ്റ്റ് പ്രാക്ടീസ് സീരീസാണ് 50 ടേക്കിംഗ് സീരീസിൻ്റെ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ബേസിക് വീഡിയോ, അത് കഴിഞ്ഞ് പിന്നെ വർക്കൗട്ട് സെഷൻ്റെ 1, 2, 3, 4, 5 വരെ, അതായത് സോ ദാറ്റ് 50 ക്വസ്റ്റ്യൻസ് മോസ്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളൊരു എയിമിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന സീരീസാണ്. അപ്പോൾ ആദ്യത്തെ ബേസിക് ആരും കാണാതെ പോലെ, പിന്നെ അത്യാവശ്യം ഒരു ഐഡിയ ഉള്ളവർ മാത്രമേ ഇത് കാണാവുള്ളൂ. ബേസിക്കായിട്ട് ഫ്രഷ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ദയവ് ചെയ്ത് ഇത് കാണരുത്. ബട്ട് നിങ്ങൾക്ക് ബേസിക് വീഡിയോ കാണാതെ ഒരിക്കലും നെക്സ്റ്റ് വീഡിയോ ദയവ് ചെയ്ത് ഒരിക്കലും കാണില്ല. കാരണം നമ്മൾ ഡി ബൈ ഡെൽറ്റ ഇസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആദ്യം ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതെന്താണെന്ന് എലാബറേറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തൊരു കൂടുതലും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റേഷ്യലിൻ്റെ അല്ലെങ്കിൽ റേഷ്യോ എങ്ങനെ എടുത്തു എന്നുള്ളത് മനസ്സിലാവത്തില്ല. അപ്പോൾ എന്ന് പറയുന്ന പോലെ ടൈം ആൻഡ് വർക്ക് വരെ ഉള്ളത് കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പം പെർസെൻറ്റേജ് എസ്പെഷ്യലി ഈവൻ ദോ നിങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഏകദേശം സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ PNR/100 എന്നുള്ളൊരു ഫോർമുല അറിഞ്ഞാൽ മതി. പക്ഷേ പെർസെൻറ്റേജ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഒട്ടും സെറ്റ് അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫർദർ വർക്കൗട്ട് ചെയ്യുന്നതിൽ ഒത്തിരി ഡിലേ വരും. സോ പെർസെൻറ്റേജും റേഷ്യോയും എത്രത്തോളം സെറ്റ് ആവുന്നു അതിനനുസരിച്ച് ഫർദർ ഏത് അരിത്മെറ്റിക് ടോപ്പിക് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ടൈം ആൻഡ് വർക്കിൻ്റെ ലാസ്റ്റ് സീരീസ് ആയിരിക്കും ഇന്ന്. അപ്പം എല്ലാവരും മാക്സിമം സ്പീഡിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കും. ഓരോ വീഡിയോയിൽ കഴിയും തോറും നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, നമ്മളിതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡ് മോക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഓരോ ടോപ്പിക്കും പ്രാക്ടീസ് ചെയ്ത് തറവാക്കി വെച്ചോണം. എങ്കിലും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചേ. Kamal and Anil can dig a pond in 8 days and 14 days respectively. If the total expense of digging is rupees 4400, then how much money will Anil earn? അപ്പോൾ അതൊക്കെ ആരൊക്കെ ഉണ്ട്? ആദ്യം കമലും ഉണ്ട്, അനിലും ഉണ്ട്. കമൽ 8 ദിവസം പണിയെടുക്കും, അനിൽ 14 ദിവസം പണിയെടുക്കും. അപ്പോൾ അവരുടെ LCM എത്ര? 56. 56 യൂണിറ്റ് വർക്കായിട്ട് എടുത്താൽ ഇത് ടൈം, ഇത് എഫിഷ്യൻസി. 56/8 7. അരലിൻ്റെ എഫിഷ്യൻസിയോ 4. അപ്പോൾ ഒരു ദിവസം 7 യൂണിറ്റ് പണി കമലെടുക്കുമെങ്കിൽ ഒരു ദിവസം ആ സെയിം ദിവസം 4 യൂണിറ്റ് പണി അനിലെടുക്കും. ആൻഡ് അവരുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 4400. അപ്പോൾ അവരുടെ എഫിഷ്യൻസിയുടെ അടിസ്ഥാനത്തിലാണ്. വർക്ക് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ രണ്ടുപേരും ചെയ്യുന്ന സെയിം വർക്കാണെങ്കിൽ അവർക്ക് പൈസ വീതിച്ചു പോകുന്ന അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ 11 യൂണിറ്റ് എന്ന് പറയുന്നത് 7 + 4 11 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 4400 റുപ്പീസ്. എങ്കിൽ എങ്ങനെയാണ് 11 4400 ആയി? ഇൻറ്റു 400 അല്ലേ? അനിലിന് കിട്ടുന്ന പൈസ 4 യൂണിറ്റാണ്. അപ്പം 4 യൂണിറ്റിനെ ഇൻറ്റു 400 ചെയ്യുമ്പോൾ 1600 രൂപയായിരിക്കും ആർക്ക് കിട്ടുന്നത്? അനിലിന് കിട്ടുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ? അപ്പം നമ്മൾ ടൈം ആൻഡ് വർക്കിൻ്റെ ഫസ്റ്റ് സെക്ഷൻ പ്യുവർ ടൈം ആൻഡ് വർക്ക് പോയി. അത് കഴിഞ്ഞ് പൈപ്പ് ആൻഡ് സിസ്റ്റം, അതിൻ്റെ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ഉള്ളത്. ആൻഡ് ഈ ലാസ്റ്റ് സെഷൻ വർക്ക് ആൻഡ് വേജസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ 10 ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ C വിൽ ബി യുവർ ആൻസർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. If the expenditure of gas on burning 6 burners for 6 hours a day for 8 days is 450. അതായത് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടില്ലേ? M1 D1 T1/W1 ഈസ് ഈക്വൽ ടു M2 D2 T2/W2. അതായത് ചെയിൻ ഫോർമുല എന്ന് പറയും. ഇത് ടൈം ആൻഡ് വർക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അതായത് M1 എന്ന് പറയുകയാണെങ്കിൽ എത്ര ആൾക്കാർ, ഇവിടെ ആൾക്കാർക്ക് പകരം വർക്ക് ചെയ്യുന്നത് ആരാ? ബേണേഴ്സ് അല്ലേ? അപ്പോൾ 6. M1ഉം M2ഉം യഥാക്രമം ആരൊക്കെ വർക്ക് ചെയ്യുന്നു, എന്തൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എണ്ണം. D1 എന്ന് പറയുന്നത് എത്ര ദിവസം, T1 എന്ന് പറയുന്നത് എത്ര മണിക്കൂർ, W1 എന്ന് പറയുന്നത് പണി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക്. അപ്പോൾ എന്തായാലും ചെയ്യുന്ന പണിക്കനുസരിച്ചല്ലേ നമുക്ക് കൂലി കിട്ടത്തുള്ളൂ. പണിക്കൂലി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ചെയ്യുന്ന പണിക്കനുസരിച്ച് നമുക്ക് പൈസ കിട്ടും. അപ്പം വർക്ക് എന്തിന് പ്രപ്പോർഷണലായിരിക്കും? കിട്ടുന്ന വേജിന് പ്രപ്പോർഷണലായിരിക്കും. അപ്പോൾ M1 എന്ന് പറയുന്നത് 6 ബേണേഴ്സ് ഉണ്ട്. ആൻഡ് D1 എന്ന് പറയുന്നത് 8 ഇൻറ്റു T1 എന്ന് പറയുന്നത് 6 അവർ ബൈ എത്ര രൂപ കിട്ടും? 450 രൂപ കിട്ടും. കാരണം വർക്ക് എന്തിനാ? വേജിന് പ്രപ്പോർഷണലാ. കിട്ടുന്ന പൈസയ്ക്ക് അനുസരിച്ചാണ് വർക്ക് മാറുന്നത്. ഇനിയും ഇങ്ങനാണെങ്കിൽ ഹൗ മെനി ബേണേഴ്സ്? എനിക്ക് ബേണേഴ്സിൻ്റെ എണ്ണം അറിയത്തില്ല. X ഇൻറ്റു 10 ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം? 5 അവേഴ്സ് ഫോർ 625. അപ്പോൾ 25 കൊണ്ട് വെട്ടാൻ നേരം 18 വരും. 18 അല്ലേ? 19. ഓക്കെ, ഇത് 25 കൊണ്ട് വെട്ടാൻ നേരം 25 വരും. 6 കൊണ്ട് വെട്ടാൻ നേരം 3, 2. അതായത് 16 ഈസ് ഈക്വൽ ടു 5, 2. 2x. X എന്ന് പറയുന്നത് എത്ര വരും? 8 എന്ന് വരും. അതായത് എത്ര ബേണേഴ്സ് കത്തണം? 10 ദിവസം 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് 8 ബേണേഴ്സ് കത്തിയാൽ മാത്രമേ 625 രൂപ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ D വിൽ ബി യുവർ
ആൻസർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 6 persons working 8 hours a day earn 8400 per week, then 9 persons working 6 hours a day will earn per week. ഇതും സെയിം ടൈപ്പാണ്. അതായത് നമ്മൾ M1 D1 നേരത്തെ ചെയിൻ ഫോർമുല ഇല്ലേ, അത് വെച്ചിട്ടൊന്ന് ചെയ്തിട്ട് ആൻസർ പെട്ടെന്ന് പറഞ്ഞേ. W1 ഈസ് ഈക്വൽ ടു M2 D2 T2 ബൈ W2. അപ്പോൾ വർക്ക് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? ഏൺ ചെയ്യുന്ന പൈസയ്ക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ M1 എന്ന് പറയുന്നത് എന്താ? എത്ര ആൾക്കാർ? 6 ആൾക്കാർ 8 മണിക്കൂർ കൊണ്ട്. അപ്പോൾ M1 ഇവിടെ D1 വരത്തില്ല, ഡേയ്സ് ഇല്ലല്ലോ, മണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ. അപ്പം D മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് M1 T1 ബൈ W1 ഈസ് ഈക്വൽ ടു M2 T2 ബൈ W2. അപ്പോൾ 6 പേര് 8 മണിക്കൂർ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് 8400 കിട്ടും. അപ്പോൾ ഈ സെയിം വർക്ക് തന്നെ 9 പേഴ്സൺസ് 6 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എത്ര വെച്ച് കിട്ടും? അപ്പോൾ ഇതെന്ത് വരും? 6 പോയി, 8 കൊണ്ട് വെട്ടാൻ നേരം 4 കൊണ്ട് വെട്ടാൻ നേരം 2, 4 കൊണ്ട് വെട്ടാൻ നേരം 2100, 1050 ഇൻറ്റു 9. അപ്പം അവരുടെ ഈ വേജ് എത്ര കിട്ടും പെർ വീക്ക് എന്ന് പറയുന്നത്? 1050 ഇൻറ്റു 7, അതായത് 9,4 എത്ര വരും? 9,450 റുപ്പീസ് എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി വിൽ ബി യുവർ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ആയിരിക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ക്ലാസ്സസിന് ശേഷം നിങ്ങൾക്ക് വരുന്നത് ബേസിക് സർക്കിൾസ് ആയിരിക്കും. നിങ്ങളൊരു എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സർക്കിൾസ് ആക്കിയത്, അതുകൊണ്ടാണ് പേരിനറ്റം സർക്കിൾസ് എന്ന് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെമ്പേഴ്സ് ആയിരിക്കും, സ്റ്റഡി പാർട്ട്നേഴ്സ് ആയിരിക്കും അവർ. അപ്പോൾ അവരോടൊപ്പം ഒരു 2.5 മണിക്കൂർ ഒരു വർക്കൗട്ട് സെഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് നിങ്ങൾക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി സെഷൻ മടുപ്പില്ലാതെ പഠിക്കാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് ഒരു മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. ഇതിന് ശേഷം വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ. മെയിൻസ് ലെവൽ പ്രോഗ്രാം ആയിരിക്കും. അതുകൊണ്ട് തന്നെ 4 മണിക്കൂർ ദൈർഘ്യമേറിയ പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടഫായിട്ടുള്ള കുറച്ചുകൂടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ളൊരു വർക്കൗട്ട് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. അവിടെയും നിങ്ങളൊരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എൻട്രി ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ബേസിക് ഒക്കെ നന്നായിട്ട് സെറ്റായതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സ്ട്രീം സർക്കിൾ എൻട്രി ചെയ്യാവുള്ളൂ. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഫർദർ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷനും ഡൗട്ട് ക്ലാരിഫിക്കേഷനും മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. അതിനുശേഷം വരുന്നതാണ് സൂപ്പർ ബാച്ച്. ഓരോ എക്സാമിനും ഒരു 2 മന്ത് ഡ്യൂറേഷൻ വരുന്ന, അല്ലെങ്കിൽ ഓരോ എക്സാമിനും ഒരു 2 മന്ത് മുമ്പെങ്കിലും തുടങ്ങി 2 മാസം അല്ലെങ്കിൽ 1 മാസം ദൈർഘ്യമേറിയ ഒരു സെഷനാണ് സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു 4 അവർ എക്സ്ട്രീം സർക്കിൾ മോഡൽ ഡ്യൂറേഷൻ ഉള്ളൊരു വർക്കൗട്ട് സെഷനാണ് സൂപ്പർ ബാച്ച്. അവിടെയും നിങ്ങളെ സർക്കിൾസ് ആക്കിയിരുത്തും. നിങ്ങളുടെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷന് മെൻറ്റർ സപ്പോർട്ട് കാണും. അതിന് ശേഷം വരുന്നത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമാണ്. ഇനി എക്സാം വരാനായിട്ട് അധികം ടൈം ഉണ്ടെങ്കിൽ ആ ടൈമിൽ വെറുതെ നിങ്ങൾ ഉഴപ്പി പോകേണ്ട, പകരം റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഏത് ലെവലിൽ എത്തിയിട്ടുണ്ടോ അത് നിങ്ങൾക്ക് കീപ്പപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ആൻഡ് ഫൈനൽ സെഷൻ എന്ന് പറയുന്നത് മോക്ക് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഏതൊരു PO എക്സാംസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ കയറി കൂടാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം, ഏതൊക്കെ എറ്റിക്വറ്റിൽ പോകണം എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് സെഷൻ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് ഏതാണോ, ഓഫ്ലൈനിൽ വന്ന് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ ഓഫ്ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മറിച്ച് ഓൺലൈനാണ് താല്പര്യമെങ്കിൽ ഓൺലൈൻ നമ്പറിലും കോൺടാക്ട് ചെയ്തിട്ട് പ്രിപ്പറേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. A man and a boy received ₹800 as wages for 5 days for the work they did together. The man's efficiency is twice as that of the boy. What are the daily wages of the boy? Okay. അപ്പോൾ നോക്കിക്കേ, മാൻ്റെ എഫിഷ്യൻസി ബോയിയുടെ ട്വൈസ് ആണ്. ഓക്കെ, ഇവർ 5 ദിവസം പണിയെടുക്കുമ്പോഴാണ് ഇവർക്ക് 800, 2 പേർക്കും കൂടെ 800 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 5 ദിവസം കൊണ്ട് 2 പേർക്ക് കൂടെ 800 കിട്ടും. എങ്കിൽ ഒരു ദിവസം 2 പേർക്ക് കൂടെ എത്ര കിട്ടും? 800/5 160 റുപ്പീസ് കിട്ടും. അപ്പം 2 പേർക്കും കൂടെ ചെയ്യുന്ന വർക്ക് സെയിം അല്ലേ? 2 പേരും 5 ദിവസം നിന്നിട്ട് പണിയെടുക്കുന്നുണ്ട്. ഒരാൾ ഒരു ദിവസം 2 യൂണിറ്റ് എടുക്കുമെങ്കിൽ ബോയ് ഒരു ദിവസം 1 യൂണിറ്റ് പണിയെടുക്കും. അപ്പോൾ 2 പേരും കൂടെ 3 യൂണിറ്റ് പണിയെടുക്കും. അപ്പം 3 യൂണിറ്റ് പണിക്കാണ് എത്ര രൂപ ഒരു ദിവസം കൊടുക്കുന്നത് വീതിച്ച്? 160 രൂപ. അപ്പോൾ 1 യൂണിറ്റ് പണിയെടുക്കുന്നതിന് 2 പേർക്കും കൂടെ ആയിട്ട് 160/3 യൂണിറ്റ് രൂപ വീതിച്ച് കൊടുക്കും. അപ്പോൾ ബോയ്ക്ക് കിട്ടുന്ന ഒരു ദിവസം എത്ര രൂപയാണ്? അല്ലെ, ബോയിയുടെ കഴിവ് എത്ര, എഫിഷ്യൻസി എത്ര, 1 യൂണിറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ കഴിവിനനുസരിച്ചായിരിക്കും വീതിച്ച് കൊടുക്കുന്നത്. സോ ദാറ്റ് വർക്ക് 2 പേരും ചെയ്യുന്നത് സെയിം. അപ്പോൾ 160/3 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 യൂണിറ്റ് 160/3 53 ആൻഡ് 1/3 അല്ലേ? 150, 159, 1. അപ്പോൾ 53 ആൻഡ് 1/3 റുപ്പീസ് ആയിരിക്കും ബോയ്ക്ക് കിട്ടുന്നത്.
ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എങ്കിലും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എ ഡെയിലി വേജസ് ലേബറർ വാസ് എൻഗേജ് ഫോർ എ സർട്ടൈൻ നമ്പർ ഓഫ് ഡേയ്സ് ഓർ ₹5750. But being absent on some of those days, he was paid only ₹5000. What were his maximum possible daily wages? ഇവിടെ പോസിബിലിറ്റിയാണ് ചോദിക്കുന്നത്. അതായത് നോക്കി, അയാൾക്ക് 5750 രൂപ കിട്ടണമായിരുന്നു, പക്ഷേ 5000 രൂപ കിട്ടിയുള്ളൂ. അതായത് നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇതിൻ്റെ HCF എടുക്കണം. 5750ൻ്റെ 5000ൻ്റെ HCF എന്തോ വരും? ഓപ്ഷൻ ബി 250 വരും. കാരണം 375 എഞ്ചിലാണ് അവസാനിക്കുന്നതാണ്, പറ്റത്തില്ല. 5000ത്തിൻ്റെ മൾട്ടിപ്പിൾ പറ്റത്തില്ല. അപ്പോൾ ഏത് വരും? 250 റുപ്പീസ് ആയിരിക്കും വരുന്നത്. കാരണം 5000 രൂപ അയാൾക്ക് കിട്ടിയുള്ളൂ, ബാക്കി 750 രൂപ ആബ്സെൻ്റ് ആയതിൻ്റെ പേരിൽ അയാൾക്ക് പോകുന്നതാണ്. അപ്പോൾ ഓരോ ദിവസം കൂടി കിട്ടണമെങ്കിൽ ഇത്ര രൂപ അയാൾക്ക് കിട്ടണം. ഒരു ദിവസം 250 വെച്ച് കിട്ടുവാണെങ്കിൽ 250 × 20 ദിവസത്തെ പണിയാണ് അയാൾക്ക് കിട്ടിയത്. 20 ദിവസം, ഒരു ദിവസം 250 വെച്ച് 5000 രൂപ അയാൾക്ക് കിട്ടിയുള്ളൂ. മറിച്ച് എത്ര? ഒരു 23 ദിവസം അയാൾ പണിയെടുക്കണമായിരുന്നു. അപ്പോൾ മാക്സിമം പോസിബിൾ വേ എന്ന് വെച്ചാൽ എത്ര 250 ചേർന്നാൽ മാക്സിമം ഒരു രൂപയുണ്ട്, അത് എത്ര തവണ ചേർന്നാൽ 5750 രൂപയായും. ആ സെയിം എമൗണ്ട് ഓഫ് പൈസ എത്ര ദിവസം ചേരുമ്പോൾ 5000 രൂപയാവുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ HCF കണ്ടുപിടിക്കണം. അപ്പോൾ പെട്ടെന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ആ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ 250 ടിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 6. A, B and C completed a work costing 1800. A worked for 8 days. B worked for 4 days and C for 9 days. Okay. A ഇവരുടെ ടൈം, ഇവർ വർക്ക് ചെയ്ത സമയം A 6 ദിവസം, B 4 ദിവസം, C 9 ദിവസം. ഇനി ഇവരുടെ എഫിഷ്യൻസി എത്ര? 5, 6, 4. അതതിൻ്റെ അർത്ഥം എന്താ? ഒരു ദിവസം ഓരോരുത്തരും ചെയ്ത യൂണിറ്റ് ഓഫ് വർക്ക്. A ഒരു ദിവസം 5 യൂണിറ്റ്, B ഒരു ദിവസം 6 യൂണിറ്റ്, C ഒരു ദിവസം 4 യൂണിറ്റ്. എത്ര ദിവസം ഇങ്ങനെ ഇവർ പണിയെടുത്തു? ഒരു ദിവസം 5 യൂണിറ്റ് എങ്കിൽ 6 ദിവസം കൊണ്ട് 30 യൂണിറ്റ് പണി A എടുത്തു. ഇനി B ഒരു ദിവസം 6 യൂണിറ്റ് എടുത്തെങ്കിൽ 4 ദിവസം കൊണ്ട് 6 × 4 24 യൂണിറ്റ് പണിയെടുത്തു. ആൻഡ് C ഒരു ദിവസം 4 യൂണിറ്റ് പണിയെടുത്തെങ്കിൽ 9 ദിവസം കൊണ്ട് 9 × 4 36 യൂണിറ്റ് പണിയെടുത്തു. ഇവിടെ നോക്കിക്കേ, എല്ലാവരും ചെയ്യുന്ന വർക്ക് ഡിഫറൻ്റ് അല്ലേ? അതായത് ഒരുത്തൻ 5 കട്ട പെറുക്കി വെക്കുമെങ്കിൽ അവൻ അങ്ങനെ 6 ദിവസമേ പണിയെടുത്തിട്ടുള്ളൂ. അടുത്തവൻ 6 കട്ട പെറുക്കി വെക്കുമെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻസി കൂടുതല, പക്ഷേ അവൻ 4 കട്ടയെ പെറുക്കി 4 ദിവസമേ പണിയെടുത്തിട്ടുള്ളൂ. അപ്പം ഓരോരുത്തരും ചെയ്ത വർക്ക് ഇവിടെ ഡിഫറൻറ്റാണ്. അപ്പം വർക്കിനനുസരിച്ചേ പൈസ പോകത്തുള്ളൂ, എഫിഷ്യൻസിക്ക് അനുസരിച്ച് പൈസ ഡിവൈഡ് ചെയ്യത്തില്ല. കാരണം കഴിവ് കൂടുതലുണ്ടെങ്കിലും പണിയെടുക്കാതിരുന്നാൽ പൈസ കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, 1800 രൂപ ഈ പണിക്കനുസരിച്ചല്ലേ വീതിച്ചു കൊടുത്തേ. 24, 36, 60, 30, 90 യൂണിറ്റ് വർക്ക് എടുക്കുന്നതിനാണ് ഇവർക്ക് 1800 രൂപ വീതിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു യൂണിറ്റ് വർക്ക് എടുക്കാനായിട്ട് ഇവർക്ക് എത്ര രൂപ കിട്ടും? ബൈ 90 എത്ര? 20 റുപ്പീസ് കിട്ടും. ഇനി നോക്കിക്കേ, ചോദിച്ചേക്കുന്നത് ഓക്കെ എയ്ക്ക് എത്ര ലഭിച്ചു എന്നുള്ളതാണ്. നോക്കിക്കേ, എയ്ക്ക് എത്ര യൂണിറ്റ് പണി എടുക്കേണ്ടി വന്നു? 30 യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റ് പണിക്ക് 20 രൂപയാണെങ്കിൽ 30 യൂണിറ്റ് പണിക്ക് × 20 എത്ര വരും? 600 രൂപയായിരിക്കും ആർക്ക് കിട്ടുന്നത്? എയ്ക്ക് കിട്ടുന്നത്. സോ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി വിൽ ബി യുവർ ആൻസർ. ക്ലിയർ അല്ലേ? ഇതിലടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നോട്ട് ചെയ്ത് വെച്ചു, ഇത് അലിഗേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എ ലേബറർ വാസ് അപ്പോയിൻറ്റഡ് ബൈ എ കോൺട്രാക്ടർ ഓൺ ദ കണ്ടീഷൻ ഹി വുഡ് ബി പെയ്ഡ് 75 ഫോർ ഈച്ച് ഡേ ഓഫ് ഹിസ് വർക്ക്, ബട്ട് would be fined at the rate of 15 per day for his absent after 20 days. The contractor paid the laborer ₹1140. The number of days the laborer absented from the work was. അപ്പോൾ നമ്മൾ അലിഗേഷൻ വെച്ചിട്ട് ചെയ്യാൻ നേരം എങ്ങനെയാണ്? 75, 15 പെർ ഡേ, 75 ഫോർ ഈച്ച് ഡേ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ദിവസം 75 രൂപ കിട്ടും, ദിവസം 15 രൂപ കുറയും. അതൊക്കെ ആവറേജ് അല്ല, ആക്ച്വലി ശരാശരി അല്ല പറയുന്നത്. അതായത് പ്രസൻറ്റും ആബ്സെൻറ്റും ഡേയ്സ് ഉണ്ട്. ഈ 2 ഡേയ്സിലും കൂടെ പണിയെടുത്തതിൻ്റെ സമ്മാണ്, അല്ല ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോഴാണ് 1140 രൂപ എനിക്ക് 20 ദിവസം കൊണ്ട് കിട്ടുന്നത്. അതായത് എനിക്ക് 20 ദിവസം കൊണ്ട് 1140 രൂപ കിട്ടുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര കിട്ടിയേനെ? 40/20 എത്ര വരും? 57 രൂപ ശരാശരി ഏകദേശം എനിക്ക് കിട്ടണം. അപ്പോൾ ഇതെന്തിൻ്റെ റിസൾട്ടൻ്റാ? പ്രസൻറ്റും ആബ്സെൻറ്റും ഡേയ്സിലെ പൈസ. അതായത് പ്രസൻ്റ് ആയ ദിവസം 75 രൂപ എനിക്ക് കിട്ടി, ആബ്സെൻ്റ് ആയ ദിവസം 15 രൂപ പോയി, അപ്പം -15. ഇത് രണ്ടും കൂടെ ഏതൊക്കെ ദിവസം? ആബ്സെൻ്റ് ആയ ദിവസം, അല്ല പ്രസൻ്റ് ആയ ദിവസത്തെയും ആബ്സെൻ്റ് ആയ ദിവസത്തെയും കൂടെ ചേർന്നപ്പോഴാണ് എനിക്ക് ഒരു ദിവസം ഏകദേശം എത്ര?
റുപ്പീസ് പെർ ഡേ, 57 രൂപ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ അലിഗേഷൻ വെച്ച് ചെയ്യാമല്ലോ. ഇതൊക്കെ എന്താ, 75 രൂപ പ്രസൻറ്റ് ഒരു ദിവസം വെച്ച്, 15 രൂപ ഒരു ദിവസം ആബ്സെൻ്റ് ആവുന്നതിന് പോകും. ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ദിവസം ഏകദേശം ആവറേജ് നമ്മൾ എത്ര കണ്ടുപിടിച്ചു, 57 രൂപ കിട്ടും എന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പം ചെയ്യാൻ നേരം എത്ര കിട്ടും, 72, 57 മൈനസ് 15, 72, 75 മൈനസ് 17, 18, അതായത് 4:1. അതിനർത്ഥം എന്താ, 75 രൂപ നേടിയത് 4 ദിവസം അല്ലെങ്കിൽ 4 യൂണിറ്റ് ദിവസം വർക്ക് ചെയ്തിട്ടാണ്, ആബ്സെൻ്റ് ആയത് ഒരു ദിവസം യൂണിറ്റ് വർക്ക്. ഒരു ദിവസം എന്നല്ല, 4:1 എന്ന റേഷ്യോയിലായിരിക്കും പ്രസൻറ്റ് ഡേയ്സ് ഈസ് ടു ആബ്സെൻ്റ് ഡേയ്സ് എന്ന് പറയുന്നത്. രണ്ടും കൂടെ എത്ര, 5 ദിവസമാണ് ടോട്ടൽ നിന്നത്. ആ 5 ദിവസം എന്ന് പറയുന്നത് എത്ര, 20 ദിവസം, 20 ഡേയ്സ്. അപ്പം 5 യൂണിറ്റ് എന്ന് പറയുന്നത് 20 ഡേയ്സ് ആണെങ്കിൽ 5 എങ്ങനെ 20 × 4 അല്ലേ, ആബ്സെൻ്റ് ആയ ദിവസം എത്ര, 1 യൂണിറ്റ് അല്ലേ. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് × 4, 4 ഡേയ്സ്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. 2 men and 1 woman together can complete a piece of work in 14 days. അപ്പം 2 മനുഷ്യനും മാനും ഒരു വിമനും എത്ര ദിവസം പണിയെടുക്കും, 14 ദിവസം. അപ്പോൾ ഇതാണ് ഇവരുടെ വർക്ക്, 2m + w × 14 ടോട്ടൽ വർക്ക്. ഈ സെയിം വർക്ക് തന്നെയാണ് ആരും ചെയ്യുന്നത്, 4 women and 2 men. 4 women plus 2 men എത്ര ദിവസം കൊണ്ട്, in 8 days. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്തേ, 7, 4. അപ്പോൾ 14m + 7w = 16w + 8m. അതായത് എത്ര വരും, 6m = 9w. അതായത് m/w എത്ര വരും, 3/2. അപ്പം മാനിൻ്റെ എഫിഷ്യൻസി 3, വിമൻ്റെ എഫിഷ്യൻസി 2. അപ്പം ഇവിടെ വർക്ക് സെയിം ആണെങ്കിൽ കഴിവിനനുസരിച്ചല്ലേ നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പം 3 യൂണിറ്റ് രൂപ എന്ന് പറയുന്നത്, അല്ലെ 3 യൂണിറ്റ് ഒരു ദിവസം പണിയെടുക്കുന്നതുകൊണ്ട് അയാൾക്ക് എത്ര കിട്ടും, 600 രൂപ പെർ ഡേ കിട്ടും. പെർ ഡേ അല്ല, അപ്പോൾ ഒരു ദിവസം 3 യൂണിറ്റ് പണിയെടുക്കുവാണെങ്കിൽ അതിനും 600 രൂപ കിട്ടും. അപ്പോൾ 3 എങ്ങനെ 600 ആയി, × 200 ചെയ്യുമ്പോഴല്ലേ. അങ്ങനെയെങ്കിൽ വിമൻ എത്ര രൂപ കിട്ടണം, ഒരു ദിവസം 2 യൂണിറ്റ് പണിയെടുക്കുമെങ്കിൽ ഒരു യൂണിറ്റിന് 200 വെച്ച് 2 × 200 എത്ര, 400 രൂപ കിട്ടണം. സോ ഓപ്ഷൻ ഏതായിരിക്കും, 400. ഓപ്ഷൻ എ വിൽ ബി യുവർ ആൻസർ. ക്ലിയർ അല്ലേ? എങ്കിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ദെയർ ഈസ് എ റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി. അപ്പം വർക്കേഴ്സിൻ്റെ നമ്പർ ആദ്യം എത്ര ആയിരുന്നു, ആദ്യം 15 ആയിരുന്നെങ്കിൽ പിന്നെ 11 ആയി. ഇനിയും അവരുടെ വേജസിൻ്റെ റേഷ്യോ ആദ്യം 22 ആയിരുന്നെങ്കിൽ പിന്നെ 15 ആയി. ദെൻ ദ റേഷ്യോ ബൈ വിച്ച് ദ ടോട്ടൽ വേജസ് ഓഫ് ദ വർക്കേഴ്സ് ഷുഡ് ബി ഡിക്രീസ്ഡ്. നോക്കിക്കേ, ഒരാൾക്ക് 22 യൂണിറ്റ് രൂപ കിട്ടും, അങ്ങനെ 15 പേരുണ്ട്. അപ്പോൾ എത്ര രൂപ ടോട്ടലി കിട്ടും, 15 × 22 ഈസ് ടു, ചോദിച്ചേക്കുന്നത് എന്താ, ടോട്ടൽ വേജസ് അല്ലേ, ഇൻഡിവിജ്വൽ വേജ് ആണ് 22, ഒരാൾക്ക് 22 കിട്ടും, അങ്ങനെ 15 പേരുണ്ട്. ഇനിയും രണ്ടാമത്തെ ഫൈനൽ കേസിൽ ഒരാൾക്ക് എത്ര കിട്ടത്തുള്ളൂ, 15 യൂണിറ്റ് രൂപയെ കിട്ടത്തുള്ളൂ, അങ്ങനെ 11 പേരുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും, ഒരാൾക്ക് 15 വെച്ച് 11 പേർക്ക് × 11. ഇതിൻ്റെ റേഷ്യോ എത്ര കിട്ടും, 2, 22 എത്ര, 25 ആണ്, 25. അപ്പോൾ 3, 5. അപ്പോൾ എത്ര വരും, 6:5 എന്ന് വരും നിങ്ങളുടെ റേഷ്യോ ടോട്ടൽ വേജസിൻ്റെ. അപ്പം ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ എ വിൽ ബി യുവർ ആൻസർ. ക്ലിയർ അല്ലേ? എങ്കിൽ 9 ചെയ്തേ. ഓക്കെ, അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരികയാണ്, ചെയ്തിട്ട് ആൻസർ ആയിട്ട് പറയണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം ആൻഡ് വർക്കിൻ്റെ ലാസ്റ്റ് ആയിരുന്നു, ഇതോടുകൂടി ഇത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫർദർ ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻ, അതായത് നമ്മൾ ലൈവ് എടുക്കുമ്പോൾ തന്നെ പറ്റുവാണെങ്കിൽ വന്നിട്ട് ചോദിക്കുക. അതാകുമ്പോൾ എനിക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ഇനിയും വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഇന്നത്തെ ദിവസം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് സമയമുണ്ടെങ്കിൽ ഫർദർ നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂഷൻ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് നല്ല രീതിയിൽ സെറ്റായി പഠിച്ചതിന് ശേഷമേ സിമ്പിൾ ഇൻട്രസ്റ്റ് പോവുള്ളൂ. കാരണം കൂടുതലും പെർസെൻറ്റേജിൻ്റെ ആപ്ലിക്കേഷനായിട്ടായിരിക്കും ഞാൻ ചെയ്തു പോകുന്നത്. അത്യാവശ്യം വേണ്ട മെത്തേഡ്സും ട്രിക്സും ഞാൻ ക്വസ്റ്റ്യനൊപ്പോ അല്ലെങ്കിൽ ബേസിക് വീഡിയോയിലോ പറയുന്നതായിരിക്കും. ഈവൻ ദോ ബേസിക്കിനകത്ത് ഇൻക്ലൂഡ് ആവാത്തത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം പെർസെൻറ്റേജ് നല്ല രീതിയിൽ സെറ്റായിരിക്കണം. നമ്മൾ
100% മൊത്തമായിട്ട് പ്രിൻസിപ്പളായിട്ട് എടുക്കുന്നതിൻ്റെ ഒക്കെ കൺസെപ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് സെറ്റായതിന് ശേഷം മാത്രം കാണുക, സോ ദാറ്റ് നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സെഷനിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.